കാറിൽ കടത്തിയ വ്യാജ സിഗരറ്റ് പിടികൂടി. 30 ലക്ഷം രൂപയുടെ വ്യാജ സിഗരറ്റാണ് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തെക്കുംഭാഗം പോലീസ് നടത്തിയ പരിശോധനയിലാണ് സിഗരറ്റ് പിടികൂടിയത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തെക്കുംഭാഗം പോലീസാണ് പരിശോധന നടത്തിയത്. തേവലക്കര മുള്ളിക്കാലയിൽ നിന്ന് കാറിൽ കടത്തിക്കൊണ്ടുവന്ന സിഗരറ്റാണ് പിടികൂടിയത്. 30 ലക്ഷം രൂപയുടെ വ്യാജ സിഗരറ്റുകളാണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ആലിശ്ശേരി സ്വദേശി 22-കാരനായ സഹദ് മുഹമ്മദ്, ആലപ്പുഴ വലിയമഠം സ്വദേശി 23-കാരനായ മുഹമ്മദ് അസറുദ്ദീൻ എന്നിവരെയാണ് തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ബ്രാൻഡുകളുടെ ലേബൽ പതിച്ച പാക്കറ്റുകളിലാണ് വ്യാജ സിഗരറ്റുകൾ സൂക്ഷിച്ചിരുന്നത്. 13,500 പാക്കറ്റുകളാണ് കണ്ടെത്തിയത്. 30 രൂപ വില വരുന്ന സിഗരറ്റ് പാക്കറ്റ് വിപണിയിൽ മറ്റ് സിഗരറ്റുകളുടെ അതേ വിലയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. വൻതോതിൽ ഇവിടെ എത്തിക്കുന്ന സിഗരറ്റ് വീടുകളിൽ സൂക്ഷിച്ച് അവിടെ നിന്ന് കടകളിലേക്ക് എത്തിക്കുകയാണ് പതിവ്. ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തും വ്യാജമായി നിർമ്മിക്കുന്ന സിഗരറ്റ് രഹസ്യ കേന്ദ്രങ്ങളിലാണ് സൂക്ഷിക്കുന്നത്. ITC കമ്പനിയുടെ ലേബലിലാണ് സിഗരറ്റ് വിറ്റഴിച്ചു വരുന്ന സംഘം പ്രവർത്തിക്കുന്നത്. ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് വൈകുന്നേരത്ത് വാഹന പരിശോധന നടത്തുന്ന സമയത്ത് ഒരു കാറ് വന്നതിൽ സംശയകരമായി തോന്നിയതിനാൽ അത് തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ ആലപ്പുഴ ഭാഗത്തു നിന്ന് വന്നതാണ്. അപ്പോൾ അതിനകത്ത് വ്യാജമായി നിർമ്മിച്ച ഈ സിഗരറ്റുകൾ കണ്ടെത്തി. അതായത് ITC കമ്പനിയുടെ ബ്രാൻഡഡ് ഐറ്റങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് അതെന്ന് മനസ്സിലായി. അങ്ങനെ ഇതിൻ്റെ കൊണ്ടുവന്നവരെ, അതായത് ആലപ്പുഴയിലുള്ള സഹദ്, അസറുദ്ദീൻ എന്ന 2 പേരെ ഞങ്ങൾ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ സാധനങ്ങൾ പൊതുവിപണിയിൽ ഏകദേശം 22 ലക്ഷം രൂപയോളം വില വരുന്നതാണ്. അപ്പം ഈ ഒരുപാട് വ്യാജമായി ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെന്നുള്ള ഒരു വിവരം നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വാഹന പരിശോധന നടത്തിയത്. SHO R ബിനു, SI M നിയാസ്, ഗ്രേഡ് SI പ്രദീപ്, രാജേഷ്, ASI B ദിനേശ്, CPOമാരായ അനിൽ, സൂരജ്, ഷാനിൽ, ശ്യാംരാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സിഗരറ്റ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചവറ.